ഹലോ. നല്ല ബോൾ പോലെ സോഫ്റ്റായിട്ടുള്ള അതേസമയം നല്ല ക്രിസ്പിയുമായിട്ടുള്ള പൂരി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായി 1 കപ്പ് മൈദ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് സാധാരണ പച്ചവെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കണം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ ഓയിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിൽ നിന്നും കുറേശ്ശെ എടുത്ത് പൂരികൾ ഉണ്ടാക്കി തുടങ്ങാം. പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ കുഴച്ചെടുത്ത് അപ്പോൾ തന്നെ നമുക്കുണ്ടാക്കാം. ഇനി ഇത് ഓരോരോ പൂരികളാക്കി പരത്തിയെടുക്കുന്നുണ്ട്. അധികം തിന്നായിട്ട് പരത്തണ്ട, കുറച്ചൊരു കട്ടിയിൽ തന്നെ പരത്തിയെടുത്താലാണ് പൂരിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുക. ഇനി അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഇതിന് പരത്തിയതിന് ശേഷം കൂടുതൽ സമയം വെച്ചേക്കരുത്. പെട്ടെന്ന് തന്നെ പരത്തിയെടുത്ത ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കുമ്പോഴാണ് ഇതുപോലെ ബോളായി കിട്ടുക. അധികം സമയം വെക്കുന്നതനുസരിച്ച് പൂരി സോഫ്റ്റ്നെസ് കുറഞ്ഞ് ബോളാവാതെ കട്ടിയായിട്ട് വരും. ഒരു പപ്പടം പോലെയൊക്കെ ആയിരിക്കും കിട്ടുക. ഇനി ഇതിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, എണ്ണയിലേക്ക് ഇടുന്ന സെയിം ടൈമിൽ തന്നെ ഇത് പൊങ്ങി വരുന്നത് കണ്ടില്ലേ? ആഹാ, എന്തൊരു രസമല്ലേ കാണാൻ. നല്ല ബോൾ പോലെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇതാ കണ്ടു നോക്കൂ, കണ്ടില്ലേ? എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും തന്നെ അതാ പൊങ്ങി വരുന്നത് കണ്ടില്ലേ? എന്ത് രസമായിട്ടാണ് പൊങ്ങി വരുന്നത്. ഇതേപോലെ തന്നെ ഇത് കഴിക്കാനും ഭയങ്കര സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. ബജിയോ മീൻ കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ മീൻ കറിയാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഇതിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, ബൈ, സീ യു.